ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ കേരള ഹിസ്റ്ററിയിലെ ആദ്യത്തെ ടോപ്പിക് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്, ഈ രണ്ട് ടോപ്പിക്കുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരാനുണ്ടായ കാരണം. തുടക്കത്തിൽ SCERT കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആ SCERT പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പോവാം. നോക്കിയേ, എന്തിനായിരുന്നു യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത്? അതിനൊരു കാരണം പറയുന്നത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യ പാത കണ്ടുപിടിക്കാൻ അവര് ആരംഭിക്കുന്നത്. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യ പാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിലായി ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അപ്പൊ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ് ഇന്ത്യയുമായി ഒരു വ്യാപാര ബന്ധത്തിനായി ഒരു കടൽ മാർഗം കണ്ടുപിടിക്കാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോഡ് ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. ആദ്യം വന്ന കാര്യമാണ് പറയുന്നത് വാസ്കോഡ് ഗാമ. ഓക്കെ, അടുത്ത പോയിന്റ്സ് നോക്കിയേ. അടുത്ത് നമുക്ക് പോർച്ചുഗീസുകാരെ നോക്കാം. നമുക്കറിയാം പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഈ ഒരു ഓർഡറിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. നോക്കിയേ, ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽവാരസ് കബ്രാൾ ആണ്. നമ്മൾ കബ്രാൾ എന്ന് പറയും. അപ്പൊ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽവാരസ് കബ്രാൾ. പറങ്കികൾ എന്ന് അറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരാണ്. പരന്തീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരാണ് കേട്ടോ. പറങ്കികൾ പോർച്ചുഗീസുകാർ, പരന്തീസുകാർ ഫ്രഞ്ചുകാർ. അപ്പൊ ഇന്ത്യയിൽ കച്ചവടത്തിനായി ആദ്യം എത്തിയ യൂറോപ്യൻ പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം ഏത് യൂറോപ്യന്മാരാണ് ഇന്ത്യയിൽ എത്തിച്ചത്? ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. പോർച്ചുഗീസുകാരാണ്. ഇനി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾ കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽവാരസ് കബ്രാൾ ആണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരും പരന്തീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരുമാണ്. അടുത്ത് നോക്കിയേ, ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ജെയിംസ് കോറിയയാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ജെയിംസ് കോറിയ. വാസ്കോഡ് ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം 1524 1524 പോർച്ചുഗീസ് വൈസ്രോയിയായി വാസ്കോഡ് ഗാമ ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ SCERTയിലും പ്രീവിയസ് ഇയറിൽ ചോദിച്ച PYQസും ക്വസ്റ്റ്യൻ പൂളിൽ പറയുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും NCERTയിലെ പ്രധാന പോയിന്റ്സും എല്ലാ പോയിന്റ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായും ഈ ഒരു അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ്ലി പഠിക്കാൻ നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് തീർച്ചയായും സാധിക്കും. അപ്പൊ നമുക്ക് ഫോളോ ചെയ്യാം. വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്. ഇതും ഒരു PYQ ആണ്. വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539 ആണ്. ഓക്കെ, വൈസ്രോയിയായി വാസ്കോഡ് ഗാമ എത്തിയത് 1524 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയത് 1539 യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ് ഗാമയാണ്. ഏത് യൂറോപ്യൻ ശക്തികളാണ് കടൽ മാർഗം യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്? പോർച്ചുഗീസുകാരാണ്. ഏത് യൂറോപ്യൻ എന്ന് ചോദിച്ചാൽ അത് വാസ്കോഡ് ഗാമയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അടുത്ത് നോക്കിയേ, വാസ്കോഡ് ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ് 1497. വാസ്കോഡ് ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ഡോം മാനുവൽ ആണ്. ഡോം മാനുവൽ. അടുത്ത്, വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? കാപ്പാടാണ്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ്. ചേമഞ്ചേരി പഞ്ചായത്താണ്. ഇനി അദ്ദേഹം വന്നിറങ്ങിയ കടപ്പുറം ആണെങ്കിൽ പന്തലായനി കടപ്പുറമാണ്. പന്തലായനി കടപ്പുറം. അപ്പൊ വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് കാപ്പാടാണ്. ഇത് ഈ കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി കടപ്പുറത്താണ് അദ്ദേഹം എത്തിയത്.
വാസ്കോഡഗാമ വന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയൽ എന്നാണ്. സെന്റ് ഗബ്രിയൽ. വാസ്കോഡഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേലും ബെറിയയാണ് കേട്ടോ. സെന്റ് റാഫേലും ബെറിയയാണ് വാസ്കോഡഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകൾ. വാസ്കോഡഗാമ ലിബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ ആണ്. ജെറോണിമസ് കത്തീഡ്രൽ ആണ്. ഇനി ഇന്ത്യയിലാണെങ്കിലോ അദ്ദേഹത്തിനെ അടക്കം ചെയ്തത് കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ് അദ്ദേഹത്തിനെ അടക്കം ചെയ്തത്. 1539 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോർച്ചുഗീസിൽ കൊണ്ടുപോയി അടക്കം ചെയ്ത പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. അടുത്ത് നോക്കിയേ, വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഓക്കെ, അപ്പൊ വാസ്കോഡഗാമയെ ഇന്ത്യയിൽ അടക്കം ചെയ്തത് കൊച്ചിയിലാണ്, പോർച്ചുഗീസിലേക്ക് പിന്നീട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗോവയിലാണ്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ അൽവാരസ് കബ്രാൾ ആണ്. അൽവാരസ് കബ്രാൾ 1500 അദ്ദേഹം എത്തുന്നത്. ഓക്കെ, വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയത് 1498 മെയ് 20 രണ്ടാമതായി എത്തിയത് 1502 മൂന്നാമതും അവസാനമായും എത്തിയത് 1524 ഓക്കെ ആണല്ലോ. 1498 ആദ്യം എത്തി, 1502 രണ്ടാമതായി എത്തി, 1524 മൂന്നാമതായി എത്തിയത്. ഇത് ചോദിക്കാറുള്ളതാണ്. വാസ്കോഡഗാമ അവസാനമായി എത്തിയത് ഏത് വർഷത്തിലാണ്, ആദ്യമായി എത്തിയത് ഏത് വർഷത്തിലാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കിയേ, ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ച പോർച്ചുഗീസുകാരാണ്. ഗോവയിലാണ് ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്. 1556 കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികളും പോർച്ചുഗീസുകാരാണ്. നമ്മൾ മുൻപ് പറഞ്ഞു അല്ലെ, ചവിട്ട് നാടകം ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞു. ഇതിനെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികളും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ച PYQ ആണ്. 1503 മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഓക്കെ, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ്. കുറെ കോട്ട കേരളത്തിലും ഇന്ത്യയിലുമായി ഉണ്ടാക്കുന്നുണ്ട്, ഫോർട്ട്. അപ്പൊ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് ഫോർട്ട് മാനുവൽ അല്ലെങ്കിൽ മാനുവൽ കോട്ട. ഇത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനുവൽ കോട്ടയിലാണ്. ഇനി പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ടയുടെ മറ്റു പേരുകളൊക്കെയാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നിവയൊക്കെ. അടുത്ത് നോക്കിയേ, മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആൽബർ കുക്ക് ആണ്. അൽബുക്കർക്ക് എന്ന് പറയാറുണ്ട്, ആൽബർ കുക്ക് എന്ന് പറയാറുണ്ട്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പൊ മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആൽബർ കുക്ക്, അൽഫോൺസോ ഡി ആൽബർ കുക്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. ഡി അൽമേഡ എന്നൊക്കെ പറയാറുണ്ട്. അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇനി ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം കൊണ്ടുവന്നത് അൽമേഡയാണ്. നമ്മൾ പറഞ്ഞു അൽമേഡ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഓക്കെ, ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഇത് ഒത്തിരി തവണ ചോദിച്ചതാണ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട് നിർമ്മിച്ചത് അൽമേഡയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആൽബർ കുക്ക്. ഓക്കെ, ആൽബർ കുക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, മാനുവൽ കോട്ട പണികഴിപ്പിച്ചതാണ്. അപ്പൊ മാനുവൽ കോട്ട പണികഴിപ്പിച്ചത് ആൽബർ കുക്ക് ആണ്. സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ്? അൽമേഡയാണ്. അൽമേഡയുടെയും ആൽബർ കുക്കിന്റെയും പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽമേഡ, രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആൽബർ കുക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നത് ആൽബർ കുക്ക് ആണ്. ഓക്കെ, ആദ്യത്തെ വ്യക്തി അൽമേഡ ആയിരുന്നുവെങ്കിലും വ്യാപകമായി ഒത്തിരി ഭരണ പരിഷ്കാരങ്ങളൊക്കെ നടത്തി, ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയതാരായിരുന്നു? ആൽബർ കുക്കാണ്. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആൽബർ കുക്കാണ്.
ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയും അൽബർക്കുക്കാണ്. ഇത് പ്രീവിയസ് ഇയറിൽ കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരും സാമൂതിരിയും മിൽക്കല്ല് സന്ധി ഒപ്പിട്ട വർഷം 1513. ഇനി പോർച്ചുഗീസുകാരൻ കോഴിക്കോടുമായി പൊന്നാനി സന്ധി ഒപ്പിട്ട വർഷം 1540. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയും അൽബർക്കുക്കാണ്. ഓക്കെ, അപ്പൊ അൽബർക്കുക്ക് പ്രധാനമായി ഓർത്തിരിക്കണം, ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നു. പിന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയി ആണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. കോളനിവൽക്കരണം, മിക്സഡ് കോളനി വ്യവസ്ഥയൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് അൽബർക്കുക്കാണ്. അതുപോലെ തന്നെ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയും അൽബർക്കുക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയും അൽബർക്കുക്കാണ്. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം ഏതായിരുന്നു? 1510. മലയാളം ടൈപ്പ് ചെയ്തപ്പോൾ AD ആ ഊന്നായിപ്പോയതാണ്. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം 1510. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. ഇതിങ്ങനെ തിരിച്ചും ചോദിക്കാറുണ്ട്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ ഏത് വിദേശ ശക്തികളാണ് പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയൻകോട്ട. ചാലിയൻകോട്ട ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 3 കോട്ടകൾ പറഞ്ഞു: മാനുവൽ കോട്ട, ആഞ്ചലോ കോട്ട, ചാലിയൻകോട്ട. അപ്പൊ ചാലിയൻകോട്ട പണികഴിപ്പിച്ച ആരാണ്? പോർച്ചുഗീസുകാരാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായിരുന്നു. ചാലിയൻകോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ചാലിയൻകോട്ട പണി കഴിപ്പിച്ച ഗവർണർ നനോഡി കൻഹയാണ്. ഓക്കെ, ചാലിയൻകോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഏത് ഗവർണറായിരുന്നു? നനോഡി കൻഹയായിരുന്നു. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. അപ്പൊ ഗോതിക് ശൈലി ഏത് വിദേശ ശക്തികളാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പരിചയപ്പെടുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗോതിക് ശൈലി പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. അപ്പം മട്ടാഞ്ചേരി പാലസ് പണികഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. ഇനി കേരളത്തിലെ കുറച്ച് കോട്ടകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. നമുക്കത് ഓരോന്നായിട്ടൊന്ന് നോക്കാം. കാരണം ഇമ്പോർട്ടന്റ് ആണ്. ആര് നിർമ്മിച്ചു, എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് നോക്കിയേ, ആഞ്ചലോ കോട്ട. ആഞ്ചലോ കോട്ട കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡി അൽമേഡയാണ് ഇത് പണികഴിപ്പിച്ചത്. ഡി അൽമേഡ ആരായിരുന്നു? പോർച്ചുഗീസിലെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു. മാനുവൽ കോട്ട കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് അൽബർക്കുക്ക്, അൽഫോൺസോ ഡി അൽബർക്കുക്കാണ് പണികഴിപ്പിച്ചത്. ഇനി ചാലിയൻകോട്ടയാണെങ്കിലോ കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. നനോഡി കൻഹയാണ് ഇത് പണി കഴിപ്പിച്ചത്. ബേക്കൽ കോട്ട കാസർഗോഡിലാണ്. അത് ശിവപ്പ നായ്ക്കറാണ് പണി കഴിപ്പിച്ചത്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ്. ശിവപ്പ നായ്ക്കറാണ് പണി കഴിപ്പിച്ചത്. പാലക്കാട് കോട്ട പാലക്കാട് തന്നെയാണ്. ഹൈദരലിയാണ് ഇത് പണി കഴിപ്പിച്ചത്. കോട്ടപ്പുറം കോട്ട തൃശ്ശൂരിലാണ്. പോർച്ചുഗീസുകാരാണ് പണി കഴിപ്പിച്ചത്. വട്ടക്കോട്ട കന്യാകുമാരിയിലാണ്. നമ്മൾ കന്യാകുമാരിയൊക്കെ കാണാൻ പോകുന്ന വഴിക്ക് കയറി കാണുന്ന ഒരു കോട്ടയാണ് അല്ലെ വട്ടക്കോട്ട. ഇത് പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരത്താണ്. പണികഴിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. നമ്മൾ പഠിച്ചു, അഞ്ചുതെങ്ങ് കലാപമൊക്കെ നമ്മൾ പഠിക്കുകയും കേട്ടിട്ടുണ്ടായിരിക്കും. ചേറ്റുവ കോട്ട ഗുരുവായൂരിലാണ്. ഡച്ചുകാരാണ് കേട്ടോ ചേറ്റുവ കോട്ട പണിയിപ്പിച്ചത്. അപ്പൊ പ്രധാനപ്പെട്ട കോട്ടകളാണ്. കോട്ടകളിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾ നോക്കാം. നോക്കിയേ, കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, റബ്ബർ, ആത്തയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി. ഇത്രയും കാര്യങ്ങൾ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അപ്പൊ ഇതിൽ ഒരു 4-5 ഐറ്റം തന്നിട്ട് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നവ അല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്ത് നോക്കിയേ, ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചല്ലോ, ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഗോവയിലാണ് അല്ലെ, ഗോവ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന കൃതി തുഫത്തുൽ മുജാഹിദീൻ ആണ്. തുഫത്തുൽ മുജാഹിദീൻ. എന്താണ് ഇതിന്റെ പ്രത്യേകത? കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. എഴുതിയത് ആരാണ്? തുഫത്തുൽ മുജാഹിദീൻ എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്.
വാസ്കോഡ ഗാമ വന്നപ്പോൾ പോർച്ചുഗലിലെ രാജാവ് ഡോം മാനുവൽ ആയിരുന്നു. വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നപ്പോൾ സാമൂതിരിയായിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്നത് നമുക്കറിയാം. കോഴിക്കോട് സാമൂതിരിയെ പറയുന്ന പേര് നെടിയിരിപ്പ് സ്വരൂപം എന്നാണ്. എന്താണ് സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകിട രാജ്യങ്ങളെയാണ് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിന്ന് ചെറിയ ജില്ലകളൊക്കെ പറയും അല്ലേ, ഒരു ജില്ല ഇപ്പോഴത്തെ ഒരു ജില്ലയിൽ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സ്വരൂപങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ചെറിയ ചെറിയ രാജ്യങ്ങളെയാണ് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കോഴിക്കോട് സാമൂതിരിയെ പറഞ്ഞിട്ടുള്ളത് നെടിയിരിപ്പ് സ്വരൂപവുമാണ്. അതുപോലെ കൊച്ചി രാജാവിനെ ആ ഒരു രാജ്യത്തെ പറഞ്ഞിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം എന്നായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നെടിയിരിപ്പ് സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് രാജ്യത്തെ പറഞ്ഞിരുന്നു. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്, പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറഞ്ഞാൽ കൊച്ചിയാണ് പറഞ്ഞിരുന്നത്. അടുത്ത് നോക്കിയേ, എന്താണ് രേവതി പട്ടത്താനം എന്ന് നോക്കാം. സാമൂതിരിമാരുടെ ഭരണകാലത്ത് കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു വിദ്വൽ സദസ്സാണ് രേവതി പട്ടത്താനം. എന്താണ് രേവതി പട്ടത്താനം? സാമൂതിരിമാരുടെ ഭരണകാലത്ത് കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു വിദ്വൽ സദസ്സാണ് രേവതി പട്ടത്താനം. ഇത് നീണ്ടു നിൽക്കുന്നത് 7 ദിവസമാണ്. രേവതി നക്ഷത്ര ദിവസമാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രേവതി പട്ടത്താനം എന്ന് പേരിട്ടെന്ന് തോന്നുന്നു. കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതൊരു വിദ്വൽ സദസ്സാണ്, 7 ദിവസങ്ങളാണ് നീണ്ടു നിൽക്കുന്നത്. രേവതി നക്ഷത്ര ദിവസമാണ് ഇത് നടക്കുന്നത്. കോഴിക്കോടിലെ തളി ക്ഷേത്രത്തിലാണ് രേവതി പട്ടത്താനം നടക്കുന്നത്. അടുത്ത് നോക്കിയേ, 18 കവികൾ ഉണ്ടായിരുന്ന സാമൂതിരിയുടെ സദസ്സിലാണ്. നമ്മൾ കോഴിക്കോട് സാമൂതിരിയെ കുറിച്ച് പറയുന്നത്. 18 കവികൾ ഉണ്ടായിരുന്നത് സാമൂതിരിയുടെ സദസ്സിലായിരുന്നു. അരക്കവി എന്ന് പറയുന്നത് പൂനൻ നമ്പൂതിരിയാണ് അരക്കവി എന്ന് പറയുന്നത്. ഇനി പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെടുന്ന പുറക്കാട് രാജാവാണ്. പുറക്കാട് രാജാവിനെയാണ് പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി കുഞ്ഞാലി മരക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം. SCRT-യിലൊക്കെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതും അഡീഷണൽ പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നോക്കാം. കുഞ്ഞാലി മരക്കാർ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ പടത്തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരാളല്ല, തന്റെ നാവികപ്പടയുടെ തലവന് സാമൂതിരി കൽപ്പിച്ചു നൽകിയ സ്ഥാനപ്പേരാണ്. നമ്മളിപ്പോ കേണൽ, അഡ്മിറൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർ എന്നുള്ളത്. മുസ്ലിങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാറാണ്. സാമൂതിരിയോടൊപ്പം പോർച്ചുഗീസുകാർക്കെതിരെ അണിനിരന്നവരിൽ പ്രധാനികളാണ് മരക്കാർ വംശക്കാർ. അപ്പൊ കുഞ്ഞാലിമാർ പ്രധാനമായും 4 പേരുണ്ടായിരുന്നു കേട്ടോ. 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. കുഞ്ഞാലി 1, 2, 3, 4 ഇങ്ങനെ 4 പേരുണ്ടായിരുന്നു. കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ച് ശക്തമായി പോരാടി. ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ച് ശക്തമായി പോരാടിയ അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ശക്തിയാണ്? അതാരാണ്? കുഞ്ഞാലി മരക്കാറാണ്. ഇനി ഈ പോരാട്ടത്തിലെ യഥാർത്ഥ നായകൻ കുഞ്ഞാലി നാലാമനായിരുന്നു. മരക്കാർ വംശത്തിലെ ആദ്യത്തെ പോരാളിയാണ് മമ്മാലി മരക്കാർ. ഓക്കെ, മരക്കാർ വംശത്തിലെ ആദ്യത്തെ പോരാളി മമ്മാലി മരക്കാറായിരുന്നു. ഇതിൽ യഥാർത്ഥ നായകൻ കുഞ്ഞാലി നാലാമനായിരുന്നു. മമ്മാലിക്ക് ശേഷം സാമൂതിരിയുടെ നാവിക സേനയുടെ നേതൃത്വം കുട്ടിയാലി മരക്കാർക്കായി. പോർച്ചുഗീസുകാരെ തോൽപ്പിക്കാൻ വിശുദ്ധ യുദ്ധത്തിന് പുറപ്പെട്ട മുഹമ്മദ് മരക്കാറാണ് സാമൂതിരി കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാനപ്പേര് ആദ്യമായി നൽകിയത്. ഒരു ജസ്റ്റ് ഒരു ഹിസ്റ്ററിയാണ്, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത് നോക്കിയേ, ഇന്ത്യൻ കടലിന്റെ പ്രഭു എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ കടലിന്റെ പ്രഭു എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. 1595 പുതുപ്പട്ടണം കോട്ടയുടെയും സാമൂതിരിയുടെ നാവികപ്പടയുടെയും നായകനായി അദ്ദേഹം ചുമതലയേൽക്കുന്നു. ചാലിയങ്കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തത് കുഞ്ഞാലി നാലാമനാണ്. AD 1600-ലാണ് കുഞ്ഞാലി നാലാമനെ വധിച്ചത്. അപ്പൊ കുഞ്ഞാലി നാലാമൻ വധിക്കപ്പെടുന്നത് 1600-ലാണ്. പോർച്ചുഗീസുകാരനായ ആന്ദ്രേ ഫൂർട്ടഡോവ ആണ് കുഞ്ഞാലി നാലാമനെ വധിച്ചത്. അപ്പൊ കുഞ്ഞാലി നാലാമനെ വധിച്ച പോർച്ചുഗീസുകാരനാണ് ആരാണ്? ആന്ദ്രേ ഫൂർട്ടഡോവ ആണ്. പേരോർത്തിരിക്കുക. സാമൂതിരിയുടെ കഴുത്തിന് നേരെ നീക്കിയ പീരങ്കി എന്നറിയപ്പെടുന്ന ഏതാണ്? ചാലിയങ്കോട്ടയാണ്. ഓക്കെ, അപ്പൊ ചാലിയങ്കോട്ടയുടെ വിശേഷണം എന്താണ്? സാമൂതിരിയുടെ കഴുത്തിന് നേരെ നീക്കിയ പീരങ്കി എന്നാണ്. ഇനി അപ്പൊ നമ്മള് പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞു. അടുത്ത വിദേശ ശക്തിയാണ് ഡച്ചുകാർ. ഡച്ചുകാരെ കുറിച്ച് നമുക്ക് നോക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1602. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചത്? പോർച്ചുഗീസുകാരെയാണ് കേട്ടോ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് കൊല്ലം പിടിച്ചെടുക്കുന്നത്.
ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മാസുലി പട്ടണത്താണ്. മാസുലി പട്ടണം എന്നും പറയാറുണ്ട്. 1605 ഇത് സ്ഥാപിക്കുന്നത്. അപ്പൊ ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മാസുലി പട്ടണമാണ്. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് കേട്ടോ. പോർച്ചുഗീസുകാരാണെങ്കിൽ കത്തോലിക്ക വിഭാഗവും ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റ് വിഭാഗവുമാണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. അപ്പൊ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന് ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602. കൊല്ലം പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാരാണ് പിടിച്ചെടുക്കുന്നത്. ആദ്യത്തെ ഫാക്ടറി വന്നത് മാസുലി പട്ടണത്താണ്. പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചവിടെ ഇവരെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാണ്. കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്ത ഡച്ച് അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ്. ഓക്കെ, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ്. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം 1658 ആണ്. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യയാണ് കേട്ടോ. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യയാണ്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവ് ക്രിസ്ത്യൻ കഡയാണ് കേട്ടോ. ക്രിസ്ത്യൻ കഡ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത് നോക്കിയേ, ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. നമ്മൾ കോട്ടയുടെ ഒരു ടേബിൾ പഠിച്ചു. ഏതൊക്കെ കോട്ടയാണ്, എവിടെയൊക്കെയാണ്, ആരാണ് നിർമ്മിച്ചത് നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ടേബിൾ അതുപോലെ തന്നെ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കും. നോക്കിയേ, ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. നെക്സ്റ്റ് നോക്കിയേ, മാവേലിക്കര ഉടമ്പടി കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിപ്പിക്കാൻ കാരണമായ ഒരു ഉടമ്പടിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മാവേലിക്കര ഉടമ്പടി. ആരൊക്കെയായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടത്തിയ ഒരു ഉടമ്പടിയായിരുന്നു മാവേലിക്കര ഉടമ്പടി. ഇനി ഡച്ചുകാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി തവണ പല ക്വസ്റ്റ്യൻ ഇതിലും ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡച്ചുകാരുടെ ഒരു സംഭാവനയാണ്. ഇതിന്റെ രചനയ്ക്ക് കാരണമായ പുസ്തകം കേരളാരാമമാണ് കേട്ടോ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് കാരണമായ പുസ്തകം കേരളാരാമമാണ്. ഇതൊരു പുസ്തകമാണ്. ഇത് ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയത്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ലാറ്റിൻ ഭാഷയിലാണ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണിത്. രചിച്ചത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. ഓക്കെ, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് ആരാണെന്നുള്ളത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. ഇത് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയിലല്ല, ആംസ്റ്റർഡാമിലാണ്. ഓക്കെ, ലാറ്റിൻ ഭാഷയിലാണ് ഇത് തയ്യാറാക്കിയത്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പൊ ഇത് ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയത്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. രചിച്ചത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിലാണ്. തയ്യാറാക്കിയത് ലാറ്റിനിലും പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിലുമാണ്. ഇതിൽ 12 വാല്യങ്ങളാണുള്ളത്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങാണ്. കുറേ തവണ ചോദിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങും അവസാന വൃക്ഷം ആലുവാണ് കേട്ടോ. ആദ്യ വൃക്ഷം തെങ്ങും അവസാന വൃക്ഷം ആലുവാണ്. മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഇത്. ഓക്കെ, മലയാള ലിപിയിൽ. ഓക്കെ, അപ്പൊ മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. ഓക്കെ, അപ്പൊ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥവും മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസും ആണ്. അടുത്ത് നോക്കിയേ, ഇതിന്റെ രചനയിൽ സഹായിച്ച മലയാളി ഇട്ടി അച്യുതനാണ് ചോദിച്ചിട്ടുണ്ട്. രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ് ആണ്. രചനയിൽ സഹായിച്ച പരിഭാഷകനും ജോൺ മാത്യൂസ് ആണ്. ഇത് രണ്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മേ ബി ചോദിച്ചേക്കാം. അപ്പോൾ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥവും മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസും ആണ്. ഇതിന് രചനയിൽ സഹായിച്ച മലയാളി ഇട്ടി അച്യുതനും രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസും ഇതിന്റെ പരിഭാഷകനായി സഹായിച്ച ജോൺ മാത്യൂസും ആണ്. രചിച്ചത് അഡ്മിറൽ വാൻഡ്രീഡും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. മലയാളം പതിപ്പിന്റെ പ്രസിദ്ധീകരണത്തിന് സഹായിച്ചത് കേരള സർവകലാശാലയാണ്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാലാണ്. എല്ലാ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്.
അടുത്ത് നോക്കിയാൽ ഡച്ചുകാരെ ലന്തക്കാരെന്ന് അറിയപ്പെടുന്നു. അപ്പൊ ലന്തക്കാരെന്ന് അറിയപ്പെടുന്ന ഡച്ചുകാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നറിയപ്പെടുന്നു അല്ലെ. അതുപോലെ ഡച്ചുകാര് ലന്തക്കാരെന്ന് അറിയപ്പെടുന്നു. അപ്പൊ പോർച്ചുഗീസുകാർ പറങ്കികൾ, ഫ്രഞ്ചുകാരാണ് പരന്തീസുകാർ, ഡച്ചുകാർ ലന്തക്കാരെന്നുമാണ് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കിയേ, കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചു. വെട്ടം യുദ്ധം, ഡച്ചുകാരും വെട്ടംകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് വെട്ടം യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ഒത്തിരി തവണ ചോദിച്ച പോയിന്റാണിത്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്ക് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ഡിലനോയാണ് കേട്ടോ. കുളച്ചൽ യുദ്ധത്തിന് ഡച്ചുകാർക്ക് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ഡിലനോയാണ്. വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയാണ്. ഇദ്ദേഹം പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൽ ചേരുകയാണ് ചെയ്തത്. മാവേലിക്കര സന്ധി, സന്ധി ഇങ്ങനെയാണ് കേട്ടോ, ടൈപ്പ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ് മലയാളം. ഓക്കെ, മാവേലിക്കര സന്ധി ഡച്ചുകാരും തിരുവിതാംകൂറുകാരും തമ്മിലായിരുന്നു കേട്ടോ. ഡച്ചുകാരും തിരുവിതാംകൂറുകാരും തമ്മിലായിരുന്നു മാവേലിക്കര സന്ധി. പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നോക്കി, ഫ്രഞ്ചുകാർ നമുക്ക് നോക്കാം. ഫ്രഞ്ചുകാരുടെ പ്രത്യേകത എന്താണ്? പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിനാണ്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ചുകാരെ കുറിച്ച് നോക്കുമ്പോൾ പോണ്ടിച്ചേരി അവരുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് പറയുന്നത് ഫ്രാങ്കോയി മാർട്ടിനാണ്. 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചു. ഫ്രഞ്ചുകാരിൽ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂറത്തിലാണ് കേട്ടോ. സൂറത്തിൽ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട ഫാക്ടറികൾ എവിടെയൊക്കെയായിരുന്നു? സൂറത്ത്, മസൂലിപട്ടണം, ചന്ദനനഗർ, പോണ്ടിച്ചേരി ഇവിടെയൊക്കെയായിരുന്നു. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി ഒക്കെ ആയിരുന്നു. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മാഹിയാണ് കേട്ടോ. മയ്യഴി എന്ന് പറയും, മാഹി. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന മാഹിയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കിയേ, വാണ്ടിവാഷ് യുദ്ധം ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ്. ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് അല്ലെങ്കിൽ വാണ്ടിവാഷ് യുദ്ധം 1760 നടന്നത്. വാണ്ടിവാഷ് യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധിയാണ് പാരീസ് സന്ധി. 1763 പാരീസ് സന്ധി നടന്നത്. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈനികൻ കൗണ്ട് ഡി ലാലിയാണ്. ഓക്കെ, കൗണ്ട് ഡി ലാലി. വാണ്ടിവാഷ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. ഇതിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈനികനാണ് കൗണ്ട് ഡി ലാലി. അടുത്ത ബ്രിട്ടീഷുകാരെ കുറിച്ച് നോക്കാം. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവട സംഘടന മെർച്ചന്റ് അഡ്വഞ്ചറീസ് ആണ്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവട സംഘടന മെർച്ചന്റ് അഡ്വഞ്ചറീസ് ആണ്. കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ആണ്. 1583 ഈ ഇംഗ്ലീഷുകാരൻ കേരളത്തിലെത്തുന്നത്. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലായിരുന്നു ഇദ്ദേഹം ഇന്ത്യയിൽ ഫസ്റ്റ് വന്നത്. ക്യാപ്റ്റൻ കീലിംഗ് വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ്. ഓക്കെ, അപ്പോൾ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ, വ്യാപാരത്തിനായി എത്തിയ ആദ്യത്തെ ആളാരാണ്? ക്യാപ്റ്റൻ കീലിംഗ് ആയിരുന്നു. സാമൂതിരി രാജാവാണ് കേരളത്തിൽ കച്ചവടത്തിന് അനുമതി നൽകിയത്. ബ്രിട്ടീഷുകാരെത്തിയ കപ്പലിന്റെ പേര് ഹെക്ടർ എന്നാണ് കേട്ടോ. ഹെക്ടർ. ഇതിന്റെ ക്യാപ്റ്റൻ, ഈ ബ്രിട്ടീഷുകാരെത്തിയ കപ്പൽ ഹെക്ടർ കപ്പലിന്റെ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആയിരുന്നു. ഹോക്കിൻസ്. അടുത്ത് നോക്കിയേ, നമ്മൾ നേരത്തെ പഠിച്ചു പോർച്ചുഗീസുകാർ വന്ന കപ്പൽ സെന്റ് ഗബ്രിയൽ ആണ് അല്ലെ. പോർച്ചുഗീസുകാർ വന്നത് സെന്റ് ഗബ്രിയലും ബ്രിട്ടീഷുകാർ വന്നത് ഹെക്ടർ എന്ന് പറഞ്ഞ കപ്പലായിരുന്നു. ഹെക്ടർ എന്ന് പറഞ്ഞ കപ്പലിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? വില്യം ഹോക്കിൻസ് ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നോക്കാം. AD 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ജോൺ കമ്പനി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വരുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് ഫസ്റ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. 1608 സൂറത്ത് ഗുജറാത്തിലാണ്. കേരളത്തിലെ ആദ്യ പാണ്ഡകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ് കേട്ടോ. 1644 അപ്പൊ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. സൂററ്റ് ഗുജറാത്തിലാണ്. കേരളത്തിലെ ആദ്യ പാണ്ഡകശാല ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ഏത് വർഷമായിരുന്നു? 1644
കേരളത്തിലെ പ്രധാന പാണ്ഡകശാലകൾ ഏതൊക്കെയായിരുന്നു? തലശ്ശേരി, വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, ഈ സ്ഥലങ്ങളിലൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പാണ്ഡകശാലകൾ. അടുത്ത് നോക്കിയേ, അഞ്ചുതെങ്ങ് കലാപത്തെ കുറിച്ച് നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സമരമാണ് അഞ്ചുതെങ്ങ് കലാപം. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സമരമാണ് കേട്ടോ. ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ സമരമാണ്. ആറ്റിങ്ങൽ കലാപം സംഘടിത കലാപമാണ്. അഞ്ചുതെങ്ങില് സംഘടിതം ഒന്നും ആയിട്ടില്ല. ആദ്യ സമരമാണ് അഞ്ചുതെങ്ങ് കലാപം. 1684 വ്യവസായശാല സ്ഥാപിക്കാൻ ആറ്റിങ്ങൽ റാണി, അതായത് ഉമയമ്മ റാണിയിൽ നിന്നും ലഭിച്ച അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർ ഒരു കോട്ടയും സൈനിക സാമഗ്രികൾ സംഭരിക്കുന്ന കേന്ദ്രവും തുറന്നതാണ് കലാപത്തിന് കാരണമായത് കേട്ടോ. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതും കൂടാതെ അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് കൂടുതൽ സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുത്തതുമൊക്കെ സ്ഥലവാസികളെ പ്രകോപിപ്പിച്ചു. അവർ 1697 അഞ്ചുതെങ്ങിലെ ഫാക്ടറി ആക്രമിക്കുന്നുണ്ട്. ആക്രമണം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഇങ്ങനെയൊക്കെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടെ 1695 ബ്രിട്ടീഷുകാർ പണിയെടുപ്പിച്ച കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. നമ്മൾ നേരത്തെ പറഞ്ഞു അഞ്ചുതെങ്ങ് കോട്ട പണിയെടുപ്പിച്ച ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞു. പിന്നീട് മാർത്താണ്ഡവർമ്മ അഞ്ചുതെങ്ങ് കീഴടക്കിയതോടെ കോട്ട തിരുവിതാംകൂറിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഞ്ചുതെങ്ങ് കലാപത്തെ കുറിച്ചുള്ളത്. ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ബ്രിട്ടീഷ് ശക്തിക്കെതിരെ ഉണ്ടായ ആദ്യത്തെ സംഘടിത ജനകീയ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇത് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപവും ആദ്യ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. 1721 ഏപ്രിലിൽ ആറ്റിങ്ങലിലെ നാട്ടുകാർ അവിടുത്തെ ബ്രിട്ടീഷ് ഫാക്ടറി ആക്രമിക്കുകയും 140 കമ്പനി പടയാളികളെ വധിക്കുകയും ചെയ്തു. തുടർന്ന് അവർ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുത്തു. ഇംഗ്ലീഷുകാരുടെ വൻതോതിലുള്ള അഴിമതി, കുരുമുളകിന്റെ വിലയിൽ കമ്പനി നടത്തിയ തിരിമറികൾ എന്നിവയാണ് നാട്ടുകാരുടെ എതിർപ്പിന് പിന്നിലുണ്ടായ കാരണങ്ങൾ. ഇത് ആറ്റിങ്ങൽ കലാപത്തിന് കാരണമായത്. ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ ഒരു വാർഷിക സമ്മാനം നൽകണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. പ്രാദേശിക നാടുവഴികളായ പിള്ളമാരുടെ ഏജന്റുമാർ മുഖേനയാണ് ഈ സമ്മാനം നൽകിയിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ ഏജന്റുമാരെ ഒഴിവാക്കി റാണിക്ക് നേരിട്ട് സമ്മാനം കൈമാറാൻ തീരുമാനിച്ചു. അങ്ങനെ 1721 ഏപ്രിൽ 15 അഞ്ചുതെങ്ങ് കോട്ടയുടെ തലവനും 140 കമ്പനി പടയാളികളും റാണിക്കുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടി പുറപ്പെട്ടു. നാട്ടുകാർ ഇതിനെതിരെ തിരിയുകയും യാത്രാമധ്യേ മുഴുവൻ ബ്രിട്ടീഷുകാരെയും വധിക്കുകയും ചെയ്ത ഒരു കലാപമാണിത്. കൂടാതെ 6 മാസക്കാലം അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപമായിരുന്നു ഇത്. ഓക്കെ, ഇന്ത്യയിൽ തന്നെയുള്ള കാര്യമാണ്. ഇന്ത്യയിൽ തന്നെയുള്ള ആദ്യത്തെ ആസൂത്രിത കലാപമാണ് ഇത്. ആറ്റിങ്ങൽ കലാപാനന്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മാർത്താണ്ഡവർമ്മയും തമ്മിൽ 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജ്യവുമായി ഒപ്പിട്ട ആദ്യ ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട കെട്ടി കൊടുക്കാമെന്ന് ഏറ്റു. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട കെട്ടി കൊടുക്കാമെന്ന് ഏറ്റത് തിരുവിതാംകൂർ രാജാവാണ്. ഏത് ഉടമ്പടി പ്രകാരമാണ്? വേണാട് ഉടമ്പടി പ്രകാരമാണ്. അപ്പൊ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജ്യവുമായി ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് അതിന്റെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. അപ്പൊ നമ്മുടെ സിലബസിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂറോപ്യൻസ്. നമ്മൾ രണ്ടും ചേർത്തിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ കുറെ MCQs പ്രാക്ടീസ് ചെയ്യും, കുറെ PYQs ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ തീർച്ചയായും കാണണം.